പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരുവാ. നീ ഒന്ന് പോ അവിടുന്ന്. ഞാൻ ഈ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യട്ടെ. ഇത്താത്തന്നോടും ചോദിച്ചു, രണ്ടിത്താത്തും വരണില്ല. എന്നൊരു കാര്യം ചെയ്യും, അപ്പുറത്തെ വീട്ടിലെ താത്തനോട് പറയും, ആ താത്ത കളിക്കാൻ വരും. പ്ലീസ് പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരുവാ. നീ ഒന്ന് പോയേ. ഐ എം ലിസ്ണിംഗ് ടു മ്യൂസിക്. ഐ എം വെരി ബിസി. അപ്പുറത്തെ താത്തനോടും ചോദിച്ചു, ആ താത്ത വരണില്ല. എന്നൊരു കാര്യം ചെയ്യും, വല്യമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. വല്യമ്മ ഒരു നല്ല കഥ പറഞ്ഞുതരും. വല്യമ്മ വല്യമ്മ, എനിക്കൊരു കഥ പറഞ്ഞത്. നല്ല വല്യമ്മയല്ലേ, പ്ലീസ്. നിക്ക് നിക്ക്, ആ കുട്ടീനെ അച്ഛന് കിട്ടുന്ന എപ്പിസോഡാ. മോള് പോയി ഉമ്മാനോട് പറയേ. വല്യമ്മ ഒന്ന് ഇതൊന്ന് കാണട്ടെ. ഞാൻ വല്യമ്മനോട് കുറേ ചോദിച്ചു, വല്യമ്മയും കഥ പറഞ്ഞു തരണില്ല. വല്യമ്മ അവിടെ TV കാണാം. വല്യമ്മ പറഞ്ഞത് ഉമ്മന്നെ കഥ പറഞ്ഞു തരണം. വേഗം പ്ലീസ് പ്ലീസ്. ഉപ്പൊക്കെ പോവാൻ സമയമായി. മോൾക്കിപ്പോ കഥ പറയാൻ നിന്നാ പിന്നെ ഇവിടുത്തെ പണികളൊന്നും തീരുമില്ല. ഇവിടുത്തെ ഇത്താത്തമാരെ കണ്ടില്ല, അവരൊന്നും എനിക്ക് സഹായിക്കാൻ വരുന്നില്ല. ഞാൻ എല്ലാം ഇത് ഒറ്റക്ക് ചെയ്ത് തീർക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ, കൂടെ കളിക്കാൻ ആളില്ല, ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ത് രസമായിരുന്നു. വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളും എന്തെല്ലാം കളികളായിരുന്നു. പോരാത്തതിന് കഥകൾ പറഞ്ഞു തരാൻ വല്യമ്മമാരും. എന്തു രസമായിരുന്നു ആ കാലം. പണ്ട് പണ്ട് മിസ്ർ എന്നൊരു നാടുണ്ടായിരുന്നു. അവിടുത്തെ ധിക്കാരിയായ രാജാവായിരുന്നു ഫിർഔൻ. ആ സമയത്താണ് അള്ളാഹു മൂസ നബിയെ ആ നാട്ടിലേക്ക് അയച്ചത്. വിറകൊക്കെ ആകെ നനഞ്ഞ തീയൊന്നും കത്തുന്നില്ലല്ലോ. നേരം കുറെ ആയല്ലോ പഠിച്ചോനെ. മോളെ ആയിഷ, പാത്രം കഴുകാൻ പോയി. ഈ പെണ്ണിനെ കാണുന്നില്ലല്ലോ. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇല്ലമ്മ, കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ വരാം. സഫിയ മോളെ, തേങ്ങ അരച്ചു കഴിഞ്ഞോ? ഇല്ലുമ്മ, ഈ അമ്മിക്കല്ലിന് തീരെ മോശമല്ല. എത്ര നേരാന്നറിയാ തുടങ്ങിയിട്ട്? അത്രയൊക്കെ മതി അറിഞ്ഞത്. നീ അത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? മുഴുവൻ ഇലകളാ, അടിച്ചിട്ടും തീർന്നില്ല. കണ്ടില്ലേ, ഇതാണ് ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം. പഴയതെല്ലാം നല്ലതും പുതിയതെല്ലാം മോശവുമാണെന്ന് സ്ഥാപിക്കാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമ്മുടെ കുടുംബങ്ങളിലെ ഒരുമയും നാട്ടിൻ പുറത്ത് എവിടെയൊക്കെയോ നഷ്ടമായി പോയെന്ന് പറയുമ്പോൾ അതിൽ ഒരളവോളം സത്യമില്ലേ? കുടുംബ ബന്ധങ്ങളിലെ നന്മയും സൗഹൃദവും നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുക. കൂടാതെ മൊബൈലും ടാബും സോഷ്യൽ മീഡിയകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിലെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചു വളരട്ടെ.